നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ എസ് വിജയകുമാർ. കനത്ത മഴയിൽ കൊച്ചി നഗരത്തിൽ വ്യാപക വെള്ളക്കെട്ട്. ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. വൈറ്റില, ഇടപ്പള്ളി, ഇൻഫോ പാർക്ക്, കളമശ്ശേരി മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ദേശീയപാതയിൽ പല ഭാഗത്തും ഗതാഗതം മുടങ്ങി. MG റോഡിലും കടവന്ത്രയിലും ചിറ്റൂർ റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. KSRTC ബസ് സ്റ്റാൻഡ് പരിസരവും വെള്ളത്തിലായി. വൈകിട്ട് 5 മണിയോടെയാണ് കൊച്ചി നഗരത്തിൽ മഴ ആരംഭിച്ചത്. 5:30 ശക്തി പ്രാപിച്ച മഴയിൽ നഗരത്തിലെ പ്രധാന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. വൈറ്റില, പാലാരിവട്ടം, ഇടപ്പള്ളി, കാക്കനാട് മേഖലകളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. എറണാകുളം സൗത്ത് KSRTC സ്റ്റാൻഡിൽ വെള്ളം കയറിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ഇൻഫോ പാർക്കിലെ വിവിധ ഓഫീസുകളിലും വെള്ളം കയറി. വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വെള്ളം കയറി അവിടെ കുറെ വെള്ളത്തിന്റെ ഇതിലാ കിടന്നതേ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ എഞ്ചിനിൽ വെള്ളം കയറി തോന്നുന്നു. കാക്കനാട് മേഖലയിൽ കടകൾക്കുള്ളിലും കളമശ്ശേരി മൂലേപ്പാടത്ത് 20ഓളം വീടുകളിലും വെള്ളം കയറി. പുത്തൻകുരിശ് MGM സ്കൂളിന്റെ മതിൽ തകർന്നു വീണു. അങ്കമാലി മലയാറ്റൂർ പാതയിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്താത്തതാണ് കൊച്ചിയിലെ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് വിമർശനം. മഴ ഇനിയും ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി വന്നതോടെ കൊച്ചിക്കാർ ആശങ്കയിലാണ്. അബിത്തിനൊപ്പം അശ്വിൻ പാലാഴി, 24. തൃശ്ശൂരിലും കനത്ത മഴ തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടും ഗതാഗത കുരുക്കുമുണ്ട്. പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അശ്വിനി ആശുപത്രിക്ക് സമീപം വീടുകളിലും വെള്ളം കയറി. ജില്ലയിൽ ഇപ്പോഴും പലയിടത്തും മഴ തുടരുകയാണ്. തൃശ്ശൂരിലെ ദൃശ്യങ്ങളിലേക്ക് ഇനി. തൃശ്ശൂരിൽ വീടുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. നഗരത്തിലെ റോഡുകളൊക്കെ ഏതാണ്ട് വെള്ളം കയറി ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീം, കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയും, കോഴിക്കോട്ട് നിന്ന് മിഥില ബാലനും വിവരങ്ങൾ നൽകും. സൂരജ്, എന്താണ് തൃശ്ശൂരിലെ സാഹചര്യം? മഴ കുറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും? അവിടെ വീടുകളിലൊക്കെ ഒറ്റ മഴയിൽ തന്നെ വെള്ളം കയറുന്ന തരത്തിലേക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടല്ലേ? വിജയകുമാർ, ഏറെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാന റോഡുകളിലടക്കം വലിയ രീതിയിൽ വെള്ളം കയറി. ഇന്ന് 7 മണിയോടുകൂടിയാണ് തൃശ്ശൂരിൽ ഈ കനത്ത മഴയിലേക്ക് പോകുന്നത്. പൊടുന്നനെ തന്നെ, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ മഴ പെയ്തിറങ്ങുകയായിരുന്നു. ഇതോടുകൂടിയാണ് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വടക്കേച്ചിറയ്ക്ക് സമീപം ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലാണ്. ഇവിടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഇതിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഈ പാർക്കിംഗ് ഗ്രൗണ്ട് 12 അടിയിലധികം ഉയരത്തിൽ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് 4 കാറുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് സമീപത്തുള്ള ഫ്ളാറ്റിലടക്കം അതിന്റെ താഴ്ഭാഗത്തടക്കം വലിയ രീതിയിൽ വെള്ളം കയറി. ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വാഹനത്തിൽ മുങ്ങിക്കിടക്കുന്ന കാറിന്റെ ഹെഡ്ലൈറ്റ് ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്തരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. പ്രത്യേകിച്ച് ഈ ഭീമ റോഡുണ്ട്, ആ റോഡെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളം കയറി. വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ വടക്കേ ബസ് സ്റ്റാൻഡിന് പുറകിൽ അത് വലിയ രീതിയിൽ അവിടുത്തെ വീടുകളിലെല്ലാം വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വീടുകളിലെ മതിലുകൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും പറയുന്നത് പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിൽ മഴ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഈ നഗരത്തിലുടനീളം ഈ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയതെന്നുള്ളതാണ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലാകട്ടെ, റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന പാർക്കിംഗ് അടക്കം വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പ്രദേശവാസി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. പെട്ടെന്നുള്ള മഴയായിരുന്നു അല്ലേ? അതെ, വളരെ ശക്തമായിട്ട് പെട്ടെന്നുള്ള മഴയായിരുന്നു. എനിക്ക് തോന്നുന്നു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ റൗണ്ടിൽ നിന്നുള്ള വെള്ളം 15 മിനിറ്റിനുള്ളിൽ ഈ വടക്കേച്ചിറ ലൈനിൽ കൂടെ ഒഴുകി ഇങ്ങോട്ട് ഇതിലേക്ക് കയറുകയായിരുന്നു. തോടുകൾ, വലിയ വലിയ തോടുകളിൽ കൂടെയാണ് റൗണ്ടിൽ നിന്നുള്ള വെള്ളം പുഴയ്ക്കൽ പാടം വഴി വളയം ബണ്ട് കടന്ന് കടലിലേക്ക് പോകുന്നത്. വലിയ തോടുകൾ വേണ്ട രീതിയിൽ നമ്മൾ വൃത്തിയാക്കാത്തത് കൊണ്ട് ടൗണിൽ നിന്നുള്ള വെള്ളം ഒലിച്ചു പോകുന്നതിന് സാഹചര്യം കുറവാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് 15-20 മിനിറ്റ് കൊണ്ട്
തോടുകളിൽ കൂടെ പോകാത്ത വെള്ളം ഈ വടക്കേച്ചിറ ബൈലൈനിലേക്ക് വന്ന് ഫ്ളാറ്റിൻ്റെ അടിയിലേക്ക് കടന്നിരിക്കുകയാണ്. വിജയകുമാർ, ഇത്തരത്തിൽ തന്നെയാണ്, അതായത് ഈ മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഉണ്ടായ വീഴ്ച അത് ഇവിടെയും ഈ വെള്ളക്കെട്ടിന് ഇടയാക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വടക്കേച്ചിറയ്ക്ക് സമീപമാണ്. അതായത് ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് എൻ്റെ ഒരു മുട്ടോളം രീതിയിൽ വെള്ളം മുകളിൽ നിന്ന് അവിടെ സ്വരാജ് റൗണ്ടാണ്, അവിടെ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം ഈ ഭാഗത്തേക്കാണ് വന്നത്. ആ വെള്ളം പകരം ഈ കുളത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അതോടുകൂടിയാണ് ഈ മേഖലയിലടക്കം ഈ വെള്ളക്കെട്ടിലേക്ക് പോയത്. എന്തായാലും ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം വറ്റിച്ച് ഇവിടെ ഈ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ പുറത്തെത്തിക്കണം. അതുപോലെ തന്നെ ഈ ഫ്ളാറ്റിൽ വൈദ്യുതി മുടങ്ങിക്കിടക്കുന്നുണ്ട്, അതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ ഉൾപ്പെടെ മറിഞ്ഞു കിടക്കുന്ന, വീടിന് മുകളിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീണിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഗതാഗതം ഉൾപ്പെടെ താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിലുള്ളത്. എന്തായാലും മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല. അതിന്റെ ആശങ്ക അത് ജില്ലാ ഭരണകൂടവും ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത്. വിജയകുമാർ. യെസ്, സൂരജാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, മണിക്കൂറുകൾ നീണ്ട മഴ കൊച്ചി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോയി. ഈ വെള്ളക്കെട്ട് ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? പ്രധാനപ്പെട്ട മേഖലകളിൽ ഗതാഗതം ഇപ്പോൾ സാധ്യമായിട്ടുണ്ടോ? ദേശീയപാതയിലും അതുപോലെ ഈ ചിറ്റൂർ റോഡ്, MG റോഡ്, ഇൻഫോ പാർക്ക് റോഡ്, ആ മേഖലയിലൊക്കെ ഇപ്പോൾ വിജയകുമാർ, പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞു എന്ന് പറയാനാവില്ല. എങ്കിൽ പോലും 5 മണിയോടുകൂടി തുടങ്ങിയ മഴയിൽ വലിയ കഷ്ടതയാണ് ഇന്ന് കൊച്ചിക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നത്. എന്തായാലും 7 മണിക്ക് വലിയ തോതിലുള്ള വെള്ളക്കെട്ട് കൊച്ചിയുടെ പ്രധാന നഗരങ്ങളിൽ ഉണ്ടായി. കാക്കനാട് ഇൻഫോ പാർക്കിലടക്കം ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വലിയ വെള്ളക്കെട്ടുണ്ടായത് നമ്മൾ തത്സമയം തന്നെ എത്തിച്ചതാണ്. എന്തായാലും ഇൻഫോ പാർക്കിലടക്കമുള്ള വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഗതാഗതം യോഗ്യമാകുന്ന തരത്തിൽ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം MG റോഡ് അടക്കമുള്ള നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് മഴ പൂർണ്ണമായി ശമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും കൊച്ചിയിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. നേരിയ തോതിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. രാത്രിയോടുകൂടി മഴ ശക്തിപ്പെടും, മധ്യ കേരളത്തിൽ ശക്തിപ്പെടുമെന്നൊരു മുന്നറിയിപ്പാണുള്ളത്. എന്തായാലും ഈ 1 മണിക്കൂർ നീണ്ട മഴയിൽ തന്നെ കൊച്ചി പൂർണ്ണമായും വെള്ളത്തിനടിയിലായെങ്കിൽ മഴ രാത്രിയോട് ശക്തി പ്രാപിച്ചാൽ വലിയ പ്രതിസന്ധിയാകും കൊച്ചിയിൽ ഉണ്ടാവുക. രാവിലെയോടുകൂടിയൊക്കെ പല മേഖലകളിലും കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇന്ന് തന്നെ ജില്ലയുടെ മലയോര മേഖലയിലും ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. പുത്തൻകുരിശില് സ്കൂളിന്റെ മതിലിടിഞ്ഞു വീണിട്ടുണ്ട്. ഒപ്പം അങ്കമാലി മലയാറ്റൂർ പാതയിൽ കനത്ത വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവിടെ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കാക്കനാടും വീടുകളിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കളമശ്ശേരിയിൽ 20ഓളം വീടുകൾ വെള്ളത്തിനടിയിലായ സാഹചര്യമുണ്ടായി. എന്തായാലും 1.5 മണിക്കൂർ നീണ്ടുനിന്ന മഴയാണ് ഇത്രത്തോളം ദുരിതത്തിലേക്ക് കൊച്ചിയെ തള്ളിവിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ പ്രധാന വിമർശനമായി ഉയരുന്നത് കൊച്ചി നഗരത്തിലെ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഈ മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തിയില്ല എന്നുള്ള വിമർശനമാണ്. ഓടകൾ പലതും കൃത്യമായി ഒഴുകുന്നില്ല. അങ്ങനെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും രാത്രി അശ്വിൻ, എന്താണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നോ മറ്റോ പേരിട്ട് ഈ കോർപ്പറേഷനൊക്കെ ചില മുൻകരുതലുകൾ ഒക്കെ സ്വീകരിച്ചിരുന്നുവല്ലോ. ഓടകൾ വൃത്തിയാക്കുക, വെള്ളം ഒഴുകിപ്പോകാനുള്ള ക്രമീകരണം, അത് ആ പേര് മാത്രമേ ഉള്ളൂ. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ നടന്നിട്ടില്ല. അതാണ് ഈ ഒറ്റ മഴയിൽ നഗരം മുങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കൊച്ചി നഗരത്തിൽ മഴയുണ്ട്. ആവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ നടത്താനുള്ള സമയവും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയില്ല, അല്ലെങ്കിൽ നടത്തിയ ഇടപെടലുകൾ പരാജയമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്ന് ഒറ്റ ദിവസത്തെ മഴയിൽ, ഒറ്റ മണിക്കൂറത്തെ മഴയിൽ കൊച്ചിയിലുണ്ടായ അതീവ ദയനീയമായ സാഹചര്യം. ബ്രേക്ക് ത്രൂവിന്റെ ചില ഗുണങ്ങൾ ഉണ്ടായത് നഗരങ്ങളിൽ മാത്രമാണ്. സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടായിരുന്ന MG റോഡിൽ അത്ര വലിയ വെള്ളക്കെട്ടുണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ബ്രേക്ക് ത്രൂ കൊണ്ട് MG റോഡിൽ നേരിയ ഗുണമുണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ താഴേക്ക്, അതായത് കാക്കനാട് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, വൈറ്റില, പാലാരിവട്ടം പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ബ്രേക്ക് ത്രൂ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല എന്നുള്ളത് തുറന്നു പറയേണ്ടി വരും. ഒപ്പം ഇൻഫോ പാർക്കിലൊക്കെ വലിയ തോതിലുള്ള സമാനതകളില്ലാത്ത വെള്ളക്കെട്ടാണ്. കഴിഞ്ഞ മുൻവർഷങ്ങളിൽ പോലും അനുഭവപ്പെടാത്ത വെള്ളക്കെട്ടാണ് ഉണ്ടായത്. പല കമ്പനികളിലേക്ക് പോലും ഈ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ കൂടി അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ മഴ പെയ്താൽ എന്താകും കൊച്ചിയുടെ അവസ്ഥ എന്നുള്ളതാണ് നിലവിൽ കൊച്ചിക്കാർ ചിന്തിക്കുന്നത്. വിജയകുമാർ.
യെസ്, തന്നെയുമല്ല ഇന്ന് റെഡ് അലേർട്ടാണ് എറണാകുളത്ത്. ഓറഞ്ച് അലേർട്ട് പെട്ടെന്ന് റെഡ് അലേർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ കൂടുതൽ ജാഗ്രത വേണം. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. അവിടെയും മഴ ശക്തിയായി പെയ്യുന്നുണ്ട്. ഇപ്പോൾ മിഥില ബാലൻ വിവരങ്ങൾ നൽകും. മിഥില, എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? തൃശ്ശൂരിലും എറണാകുളത്തും ജനജീവിതം സ്തംഭിച്ചു അക്ഷരാർത്ഥത്തിൽ 2 മണിക്കൂർ കൊണ്ട്. അപ്പോൾ കോഴിക്കോട്ടും അതേ സാഹചര്യമാണോ? വിജയകുമാർ, കോഴിക്കോടും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. നഗരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മലയോര മേഖലകളിലാണ് ഇപ്പോൾ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്ര, നാദാപുരം, മുക്കം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ യാതൊരു ശമനവുമില്ല, അതേ ശക്തിയോടെ തന്നെ ഇപ്പോഴും പെയ്യുകയാണ്. പേരാമ്പ്ര നഗരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ട്. ഇത് വലിയ തോതിൽ ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. മാത്രമല്ല നാദാപുരത്ത് മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. നാദാപുരം തൂണേരിയിലാണ് കനത്ത മഴയിൽ മതിൽ ഇടിഞ്ഞു വീണത്. തൂണേരി തണൽമരം പോളോത്തുമുക്ക് റോഡിലേക്ക് കൂറ്റൻ ചെങ്കൽ മതിൽ തകർന്നു വീഴുകയായിരുന്നു. വലിയ മതിലാണ്, 10 മീറ്റർ പൊക്കത്തിലും 50ലേറെ മീറ്റർ നീളത്തിലുമുള്ള മതിലാണ് പൊടുന്നിനെ റോഡിലേക്ക് ഈ ശക്തമായ മഴയിൽ തകർന്നു വീണത്. ഇരുചക്ര വാഹനങ്ങളൊന്നും, നല്ല മഴയായതുകൊണ്ട് തന്നെ ഉച്ച മുതൽ തന്നെ ഈ മേഖലകളിൽ നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങളെല്ലാം റോഡിൽ കുറവായിരുന്നു. പക്ഷേ ഏതെങ്കിലും കാൽനട യാത്രക്കാർ ഈ ഒരു മണ്ണിനടിയിൽ, കല്ലിലോ മണ്ണിനടിയിലോ പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ JCB ഉപയോഗിച്ച് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് കുന്നമംഗലം പോലീസ് സ്റ്റേഷനടുത്താണ്. കുന്നമംഗലം പോലീസ് സ്റ്റേഷനടുത്തുള്ള ഒരു മതിൽ തകർന്നു വീണ് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ മതിൽ, ഒരു ബൈക്ക് ഈ മണ്ണിനടിയിലായിട്ടുണ്ട്. മറ്റൊന്ന് ഒരു വീടിന് ഇടിമിന്നലിൽ വീടിന് തീപിടിച്ചിട്ടുണ്ട്. വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ കെടുതി തന്നെ കോഴിക്കോട് ഈ മഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നഗരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മേയറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു മഴ പോലും കോഴിക്കോട് നഗരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ടിന് ഇടയാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗം ചേർന്ന് വെള്ളക്കെട്ട് തടയാൻ, അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം. ഇതിൽ പ്രധാനമെന്നത് കല്ലായി പുഴയുടെ ആഴം കൂട്ടുക, അല്ലെങ്കിൽ അവിടുത്തെ ചെളി നീക്കി ആഴം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള നടപടികൾ ആരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു മഴ തുടരുകയാണെങ്കിൽ, ഈ രാത്രിയിലും ഇത്തരത്തിൽ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ പല ഇടങ്ങളിലും വെള്ളക്കെട്ടും, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത കുരുക്കുമെല്ലാം അതിരൂക്ഷമായി തുടരും. വിജയൻ. യെസ്, കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയും കോഴിക്കോട്ട് നിന്ന് മിഥില ബാലനും തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുമാണ് വിവരങ്ങൾ നൽകിയത്. കാലവർഷം തുടങ്ങിയിട്ടില്ല, അതിന് മുന്നോടിയായി പെയ്യുന്ന മഴയാണ്. അതിൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ നഗരങ്ങൾ ഏത് തരത്തിലാണ് പ്രതിസന്ധിയിലാകുന്നത്. അപ്പോൾ നമ്മൾ മുന്നൊരുക്കങ്ങൾ തുടങ്ങി എന്ന് പറയുമ്പോൾ അതെങ്ങും എത്തിയിട്ടില്ല എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ ജനജീവിതം അതിന്ന് അങ്ങേയറ്റം ബാധിക്കപ്പെട്ടു കഴിഞ്ഞ മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് കൊച്ചിയിലും കോഴിക്കോട്ടും തൃശ്ശൂരിലും. അപ്പോൾ കൂടുതൽ ജാഗ്രത, കൂടുതൽ ഒരുക്കം ഇനിയും വേണ്ടതുണ്ട് എന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ മഴക്കാഴ്ചകൾ. നമ്മൾ ഇനി പോകുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്കാണ്. സംസ്ഥാനത്ത് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ പങ്കുവയ്ക്കും. അജീഷ്, കാലാവസ്ഥാ വകുപ്പ് എന്താണ് അറിയിക്കുന്നത്? നമ്മൾ എത്രത്തോളം ജാഗ്രത ഈ രാത്രിയും നാളെ രാവിലെയും പുലർത്തേണ്ടതുണ്ട്? വിജയകുമാർ, സംസ്ഥാനത്ത് 3 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറുകളിൽ കൂടി അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിപ്പ് നൽകുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പുള്ളത്. അടുത്ത 3 മണിക്കൂറുകളിൽ ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഈ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് ആയിരുന്നു. അത് പുതുക്കിയാണ് ഇപ്പോൾ റെഡ് അലർട്ട് ആക്കിയിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. രാത്രിയിലും ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടായിരുന്നു. മലയോര മേഖലകളിലും മഴയുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി ഇപ്പോൾ മഴ അല്പം ശമനമുണ്ട്. ഈ മഴ വീണ്ടും തുടരുകയാണെങ്കിൽ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. വിജയകുമാർ.
യെസ്, 5 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പരക്കെ കനത്ത മഴ ഈ രാത്രി പെയ്യും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കാസർഗോഡ് ജില്ലയിലും കനത്ത മഴയായിരുന്നു. ഇടിമിന്നലേറ്റ് മടിക്കൈ ബങ്കളം സ്വദേശി ബാലൻ മരിച്ചു. ഇടിമിന്നലിൽ ഉദുമയിലും പെരുമ്പട്ടയിലും വീടുകൾക്ക് കേടുപാടുണ്ടായി. പെരുമ്പട്ട മുള്ളിക്കാട് 2 വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ നശിച്ചു. മുള്ളിക്കാട് നാസറിന്റെ പറമ്പിലെ കുഴൽക്കിണറും മോട്ടോറും ഇടിമിന്നലിൽ തകർന്നു. കിണറിലെ പൈപ്പുകൾ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ശക്തമായ മഴയിൽ ദേശീയപാത 66-ൽ വെള്ളം കയറി. കനത്ത മഴയിൽ നീലേശ്വരം കോട്ടപ്പുറത്ത് മരം കടപുഴകി വീണു. റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. ഉത്തരം മുട്ടിയ അധികാരികൾ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ വൻ പ്രതിഷേധം. മത്സ്യകർഷകർ ഓഫീസിനുള്ളിലേക്ക് ചത്ത മീനുകൾ വലിച്ചെറിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നഷ്ടം കണക്കാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയറുടെ ഉറപ്പിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. അതേസമയം അലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്നതായി മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തി. കാണാം ഇന്നത്തെ എലീറ്റ് സ്റ്റോറി. ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ കോൺഗ്രസ് നേതാക്കളും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി. പുറത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. മത്സ്യക്കുരുതിയുടെ യഥാർത്ഥ കാരണം പറയാതെ ഉദ്യോഗസ്ഥർ ഒളിച്ചു കളിക്കുന്നുവെന്നാണ് ആരോപണം. പിന്നെ ഇനി ഒരു തലമുറക്ക് ഇത് ബാധിക്കുന്ന വിഷയമല്ലേ? ഇവിടുത്തെ MLA എവിടെ, മന്ത്രി എവിടെ? വാർഡിൽ ഏറ്റവും കൂടുതൽ കൂടു മത്സ്യകൃഷി എല്ലാം ഉള്ളതാണ്. എല്ലാവരും അതൊരു ഉപജീവന മാർഗമായിട്ട് ജീവിതത്തിലേക്ക് അവർക്കുള്ള ഒരു ഉപാധിയും കൂടിയായിട്ടാണ് ഇപ്പം മത്സ്യങ്ങളെ വളർത്തുന്നത്. ഉപജീവനമാർഗം കുടിവെള്ളം എല്ലാം അതെ സമുദ്രത്തെയാണ് ഈ നശിപ്പിച്ചേക്കണത്. നാളെ ഇതുപോലെ മനുഷ്യകുരുതിയാണ് ഇവിടെ നടക്കാൻ പോണത്. ഇതിനിടെ മറ്റു സംഘടനകളും പ്രതിഷേധവുമായി എത്തി. പെരിയാർ സംരക്ഷണ സമിതി പ്രവർത്തകർ എത്തിയത് ചത്ത മീനുകളുമായി. ആദ്യം ചാക്കിൽ സൂക്ഷിച്ച മീനുകൾ ഓഫീസിന് മുന്നിൽ കൂട്ടിയിട്ട് പ്രതിഷേധം. പിന്നാലെ മീനുകൾ ഓരോന്നായി ഓഫീസിനുള്ളിലേക്ക് എറിഞ്ഞു. ചർച്ചയ്ക്കെത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ബാബുരാജിന്റെ വാഹനം പെരിയാർ സംരക്ഷണ സമിതി പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി. ജലവിഭവ വകുപ്പിനെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പഴിചാരുന്നത്. മുന്നറിയിപ്പില്ലാതെ ബണ്ട് തുറന്നുവിട്ടതാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് ഉദ്യോഗസ്ഥർ സമരക്കാരോട് വിശദീകരിച്ചു. 4 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നും അത് സർക്കാരിനെ അറിയിക്കാമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ഉറപ്പു നൽകിയെന്നും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അറിയിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഈ ഭൂമിയിൽ മുഴുവൻ പൊല്യൂട്ടഡ് ആകുന്ന നിരവധിയായിട്ടുള്ള കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി അത് സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ കമ്പനികൾ തേടേണ്ടതാണ്. 5 ദിവസത്തിനകം തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങാനാണ് സമര സംഘടനകളുടെ തീരുമാനം. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി കമ്പിവേലിയിൽ കുരുങ്ങിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. വന്യമൃഗങ്ങളെ പിടികൂടാൻ സ്ഥാപിച്ച വേലിയെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ടുനിന്ന്. നിഖിൽ, എന്താണ് ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ നിലപാട്? വനം വകുപ്പ് ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. ആ മയക്കുവെടി വെച്ചതിൽ അപാകതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പുലി പിന്നീട് ചാവുകയും ചെയ്തു. ഇപ്പോഴിത് ആ സ്ഥലമുടമയ്ക്കെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, 6 മണിക്കൂറോളം ഈ വേലി ഈ പുലി കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. അത് സാധാരണ വേലി അല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ പുലിക്ക് ഏറെ തവണ ശ്രമിച്ചിട്ടും സ്വയമേവ രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ കണ്ടെത്തൽ. പ്രത്യേകതരം കമ്പി ഉപയോഗിച്ചാണ് ഈ വേലി കെട്ടിയത് എന്നും പറയുന്നുണ്ട്. അത് വന്യമൃഗങ്ങളെ പിടികൂടാൻ വേണ്ടി, പ്രത്യേകിച്ച് പന്നിയടക്കം പിടികൂടാൻ വേണ്ടി സ്ഥാപിച്ച കെണി എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കാൻ നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. വന്യമൃഗങ്ങളെ പിടികൂടാൻ സ്ഥാപിച്ച വേലി എന്നാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഇന്ന് ഏതാണ്ട് 6 മണിക്കൂറിലധികം സമയമെടുത്ത് പുലിയെ പിടികൂടി സംരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അതിന് മുൻപായി തന്നെ ഈ പുലി ചത്തുപോവുകയായിരുന്നു. നാളെയാണ് ഈ പുലിയുടെ പോസ്റ്റ്മോർട്ടം
ബന്ധപ്പെട്ട നടപടികളടക്കം നടക്കുക. എന്തായാലും ആന്തരികമായിട്ടുള്ള രക്തസ്രാവമാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. ഇക്കാര്യത്തിൽ എന്തായാലും സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കുമെന്നാണ് അറിയിക്കുന്നത്. അതേസമയം വനംവകുപ്പിനെതിരെ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. കാരണം ഈ മേഖലയിൽ പന്നിയുടെ ശല്യം, കാട്ടുപന്നിയുടെ ശല്യം അങ്ങനെ ഉള്ള പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കാട്ടുപന്നിയെ പിടികൂടാൻ വേണ്ടി ഒരു കെണി സ്ഥാപിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടോ എന്ന് വ്യക്തമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് മാത്രമല്ല, രാവിലെ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വിമർശനം ആരും ഉന്നയിച്ചിരുന്നില്ല. അവിടെ ഉള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ അത്തരത്തിലുള്ള പരാതികളൊന്നും തന്നെ ഉന്നയിച്ചിരുന്നുമില്ല. ഇതിപ്പോൾ അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വനംവകുപ്പിൽ നിന്ന് പുറത്തു വരുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഉടമയ്ക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. വിജയകുമാർ, വന്യമൃഗങ്ങളെ പിടികൂടാൻ സ്ഥാപിച്ച വേലി എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതുകൊണ്ടാണ് സ്ഥലമുടമയ്ക്കെതിരെ ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യമന്ത്രിയുടെ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്തെ ചികിത്സാ പിഴവ് പരാതികളിൽ ഇടപെടലുമായി ആരോഗ്യവകുപ്പ്. രോഗികളോട് പെരുമാറുമ്പോൾ ഡോക്ടേഴ്സ് ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവയവം മാറിയുള്ള ശസ്ത്രക്രിയയിൽ ഡോക്ടർമാർക്കെതിരായ നടപടിയെക്കുറിച്ച് ചർച്ചയുണ്ടായില്ല. ചികിത്സാ പിഴവ് അടക്കമുള്ള പരാതികളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് മന്ത്രി റിപ്പോർട്ട് തേടി. നിരന്തരം ആവർത്തിക്കുന്ന ഗുരുതര ചികിത്സാ പിഴവുകളെ തുടർന്നാണ് കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ അധികാരികളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ചുവരുത്തിയത്. 2 മെഡിക്കൽ കോളേജുകളിലെയും ഉദ്യോഗസ്ഥരെ മന്ത്രി പ്രത്യേകമായാണ് കണ്ടത്. ചികിത്സയിലും രോഗീ പരിചരണത്തിലും ഡോക്ടേഴ്സ് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കർശന നിർദ്ദേശം നൽകി. ആരോഗ്യ പ്രവർത്തകർ ഒരു ടീമായി പ്രവർത്തിക്കണം. ഡോക്ടേഴ്സിന്റെ സ്വകാര്യ പ്രാക്ടീസ് അനുവദിക്കില്ലെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മതിയായ ജീവനക്കാരില്ലെന്ന് ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചു. കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. അവയവം മാറിയുള്ള ശസ്ത്രക്രിയയിൽ ഡോക്ടർക്കെതിരായ നടപടിയെക്കുറിച്ച് കൂടുതൽ ചർച്ചയുണ്ടായില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവും സ്വകാര്യ പ്രാക്ടീസും അടക്കമുള്ള കാര്യങ്ങളിൽ DMO എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചികിത്സാരേഖകളും മരുന്ന് കുറിപ്പടികളും ഡിജിറ്റലാക്കുമെന്നും മന്ത്രി യോഗത്തെ അറിയിച്ചു. 24 തിരുവനന്തപുരം. അതിനിടെ തൈക്കാട് ആശുപത്രിയിലെ ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മാതാവ്. ചികിത്സ നിഷേധിച്ചതുകൊണ്ടാണ് തനിക്ക് കുഞ്ഞിനെ നഷ്ടമായതെന്ന് പവിത്ര പറഞ്ഞു. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണം. കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും കുട്ടിയുടെ മാതാവ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ കേസുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. എനിക്ക് ചികിത്സ നിഷേധിച്ചതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ 16-ാം തീയതി ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അന്ന് തന്നെ അവർ സ്കാനിങ്ങിലെ തകരാറ് കണ്ടിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ പുറത്തെടുത്തായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ. അതെ, പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി അവരും മാഡവും ഒരു സ്ത്രീയല്ലേ, അവർക്കും അറിയാൻ പറ്റും ഒരു അമ്മയുടെ വേദന എന്താണെന്ന്. 9 മാസം വരെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ട് ആ കുഞ്ഞില്ലാതെ വീട്ടിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ഡോക്ടറിന് ഞങ്ങളോട് ചെയ്ത ഒരു ക്രൂരത തന്നെയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പാനൂരിലെ സ്മാരക രാഷ്ട്രീയം. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി നിർമ്മിച്ച സ്മാരക മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്തില്ല. പാനൂർ ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് MV ഗോവിന്ദൻ വിട്ടുനിന്നത്. സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്ന സ്മാരക മന്ദിരം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പിന്നീട് ഉദ്ഘാടനം ചെയ്തു. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി രക്തസാക്ഷി സ്മാരകം രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നതിനിടെ ഉദ്ഘാടന പരിപാടി. ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വിവാദങ്ങളോട് തുടക്കം മുതൽ മൗനം പാലിച്ച സംസ്ഥാന സെക്രട്ടറി ഒടുവിൽ പിന്മാറി. MV ഗോവിന്ദന്റെ അസാന്നിധ്യത്തിൽ പകരക്കാരനായത് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഷൈജുവും സുബീഷും രക്തസാക്ഷികൾ തന്നെയെന്ന പാർട്ടി നിലപാട് MV ജയരാജൻ ആവർത്തിച്ചു. RSSന്റെ ഏകപക്ഷീയ ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ചെറ്റക്കണ്ടിയിലെ സ്ഫോടനമെന്നും ജയരാജൻ. ചെറ്റക്കണ്ടിയിൽ പാർട്ടി പ്രവർത്തകന്മാരെ പുഴുക്കളെ പോലെ കൊന്നൊടുക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം.
കമ്മ്യൂണിസ്റ്റുകാരായാൽ പുഴുക്കളെ പോലെ വധിക്കാൻ വിധിക്കപ്പെട്ടവരാണോ? മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ പുഴുക്കളെ പോലെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. അത് ഈ നാട് അംഗീകരിക്കുന്നില്ല. എം വി ഗോവിന്ദന്റെ അസാന്നിധ്യം നേതാക്കൾ വിശദീകരിച്ചില്ല. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജില്ലയിലുണ്ടായിട്ടും എം വി ഗോവിന്ദൻ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് സൂചന. 24 കണ്ണൂർ. അത് മനസ്സിലാക്കാനെങ്കിലും ഇനി നമ്മൾ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. 6ാം ഘട്ടത്തിന് അരങ്ങൊരുങ്ങി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6ാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ BJPക്കും കോൺഗ്രസിനും മുന്നറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. താരപ്രചാരകരെ നിയന്ത്രിക്കണമെന്നാണ് പാർട്ടി അധ്യക്ഷന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാജ്യത്തിനു വേണ്ടിയുള്ളവരും രാജ്യത്തെ ചൂഷണം ചെയ്യുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. ഇന്ത്യ മുന്നണിയുടെ ശക്തി BJPയെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് മറുപടി പറഞ്ഞു. പ്രചരണം പരിധി വിട്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. താരപ്രചാരകരെ നിയന്ത്രിക്കണമെന്ന് കമ്മീഷൻ BJP അധ്യക്ഷൻ JP നദ്ദയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും നിർദ്ദേശം നൽകി. അതേസമയം ഇന്നും പങ്കെടുത്ത റാലികളിൽ രൂക്ഷ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. മോദിയുടെ സർക്കാർ നിലനിൽക്കേണ്ടത് പട്ടിണിയും അഴിമതിയും മടങ്ങിയെത്താതിരിക്കാൻ അനിവാര്യമാണ്. ജൂൺ 4-ന് ഇന്ത്യ മുന്നണി രാജ്യത്ത് ചരിത്രമാകും. पूरा चुनाव खत्म होने को आपने एक भी नई बात इन लोगों के मुंह से सुनी क्या? देश को आगे कैसे ले जाएंगे, विकास का विजन क्या है, अर्थव्यवस्था को लेकर क्या प्लान है, दोनों साझादों ने एक बार भी भरोसेमंद बात नहीं कही. ഡൽഹിയിലടക്കം ശക്തമായ പ്രചരണമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത്. കേരളത്തിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ വിവിധയിടങ്ങളിൽ ഇന്ത്യ മുന്നണിക്കായി വോട്ടഭ്യർത്ഥിച്ചു. നല്ല പ്രതികരണമാണ്. ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഉത്തരേന്ത്യയിലൊക്കെ സമൂലമായ ഒരു മാറ്റത്തിന് വിധേയമായി കണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ശക്തി BJPയെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. 58 മണ്ഡലങ്ങളിലാണ് നാളെ പ്രചരണം കുട്ടിക്കലാശിക്കുക. ഡൽഹിയിലെ എല്ലാ മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിൽ ബൂത്തിലെത്തും. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. കോൺഗ്രസിനെ കേഡർ സംവിധാനത്തിലാക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ വിലപേശൽ നടത്തിയിട്ടില്ല. 9.5 വയസ്സ് മുതൽ CPM തന്നെ ലക്ഷ്യമിടുകയാണെന്നും K സുധാകരൻ 24നോട് പറഞ്ഞു. കോൺഗ്രസിന് കേഡറാകുവാൻ സ്വാഭാവികമായ സാവകാശം വേണം എന്നാണ് K സുധാകരന്റെ വാദം. അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ഒരു വിലപേശൽ നടത്തിയിട്ടില്ലെന്നും KPCC പ്രസിഡന്റ്. ഒരു സംഘടന, ഒരു പാർട്ടിയുടെ അകത്ത് ഒരു പാർട്ടി ഒരു തീരുമാനമെടുത്താൽ പറയുന്ന ദിവസം കൊണ്ട് തീർക്കണമെന്നൊന്നുമില്ല, തീർക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അതൊരു സംഘടനാ പ്രവർത്തന ശൈലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. അത് ഇപ്പോഴും പെൻഡിംഗ് ആണ്, അത് ഇപ്പോഴും തുടങ്ങാൻ പോകുന്നുണ്ട്, അത് ഞങ്ങൾ ചെയ്തോളൂ. കൊല്ലും കൊലയും എന്റെ ലക്ഷ്യമല്ലെന്നായിരുന്നു EP ജയരാജൻ വധശ്രമ കേസിൽ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിയോടുള്ള പ്രതികരണം. അവരുടെ ലക്ഷ്യം തന്നെ പിഴച്ചുപോയ ലക്ഷ്യങ്ങളാണ്. പിന്നെ അവരിൽ ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത്? പ്രവർത്തനത്തിൽ ഞാനോ നീയോ മുൻപിൽ എന്ന നിലയിൽ അവർ മത്സരിക്കുന്നുണ്ട്. P ജയരാജൻ ഒന്നിനെ കൊല്ലുമ്പോൾ 2 കൊല്ലാൻ നോക്കും EP ജയരാജൻ. EP ജയരാജൻ ഒന്നിനെ കൊല്ലുമ്പോൾ 2 കൊല്ലാൻ നോക്കും P ജയരാജൻ. അങ്ങനെയാണ് അവിടെ. അതുകൊണ്ട് അവരിൽ ആരും രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൊള്ളാവുന്ന സമചിത്തതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരല്ല അവർ. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ തന്റേത് മികച്ച പ്രവർത്തനമാണെന്നും K സുധാകരൻ 24നോട് പറഞ്ഞു. 24, ഡൽഹി. എൽദോസ് കുന്നപ്പള്ളി MLAക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. വധശ്രമം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. എൽദോസിനെ കൂടാതെ 2 സുഹൃത്തുക്കൾ കൂടി കേസിൽ പ്രതികളാണ്. പരാതിക്കാരിയായ യുവതിയെ ഒന്നിലേറെ തവണ എൽദോസ് കുന്നപ്പള്ളി ബലാത്സംഗം ചെയ്തെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. അടിമലത്തുറയിലെ റിസോർട്ടിലും തൃക്കാക്കരയിലെയും കുന്നത്തുനാട്ടിലെയും വീടുകളിലും എത്തിച്ച് ബലാത്സംഗം ചെയ്തു. കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാനും ശ്രമിച്ചെന്ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട്. 2023 സെപ്റ്റംബർ മാസത്തിലാണ് എൽദോസ് കുന്നപ്പള്ളി MLAക്കെതിരെ തിരുവനന്തപുരം സ്വദേശിയായ യുവതി പരാതി നൽകിയത്. വീട്ടിൽ മദ്യപിച്ചെത്തി തന്നെ ഉപദ്രവിച്ചുവെന്നും കാറിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നുമായിരുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി നൽകിയ പരാതി. 24, തിരുവനന്തപുരം.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.